അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള അടിമാലി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു. അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കെ.ജി. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള അടിമാലി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടത്തിയത്. സംഘടനയുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കെ.ജി. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. 2009 നമ്മൾ തുടങ്ങിയ വെൽഫെയർ പദ്ധതിയിൽ 10,000 രൂപ ഒരു മരണാനന്തര സഹായമായി കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞ 16 വർഷമായി അതിപ്പോൾ 50,000 രൂപ വരെയാക്കി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് പല മടങ്ങ് 10,000 കണക്കാക്കുമ്പോൾ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്ന രീതിയിലാണ് 10 ലക്ഷം കൊടുക്കുന്നത്. പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ.പി. റോയിച്ചൻ ചടങ്ങിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശം നൽകി. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മീരാണൻ മുഖ്യപ്രഭാഷണവും സംഘടനാ ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ ജില്ലാതല അവലോകനവും നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് പി.ആർ. അനിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി നിസാർ കാസിം ലൈഫ് ലൈൻ പദ്ധതിയുടെയും ജില്ലാ ട്രഷറർ സുമേഷ് എസ് പിള്ള വെൽഫെയർ ആൻഡ് ഇൻഷുറൻസ് പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി രാജൻ കൈരളി, ട്രഷറർ സി.ഡി. ജയപ്രസാദ്, ജില്ലാ ട്രെയിനിംഗ് ബോർഡ് ചെയർമാൻ പ്രവീൺ ബാലൻ, എം.കെ. മോഹൻ, സജീവ് മാധവൻ, എം.ബി. പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന്റെ ഭാഗമായി സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി. ഇടുക്കി വിഷൻ ന്യൂസ്, അടിമാലി.